എല്ലാവർക്കും എഴുന്നേൽക്കാം. തിരുവചനം വായിക്കുന്നത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാ ശലോമോനിലും വലിയവൻ. അതിന് 5-ാമത്തെ ഭാഗമാണ് നടക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 38 മുതൽ 42 വേദഭാഗം. മത്തായി എഴുതിയ സുവിശേഷം 38-ാമത്തെ വാക്യം 12-ാമത്തെ അധ്യായം 38 മുതൽ 42 വരെ. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനായിലും വലിയവൻ. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്നും വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കാരണമുള്ള കർത്താവേ, ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കും. ആ വ്യക്തികൾ ഒരിക്കലും ജ്ഞാനികൾക്കോ ദൈവവചന വിശ്വാസികളെന്നോ ദൈവത്തിന്റെ ജനമെന്നോ മണവാട്ടിയെന്നോ പറയുന്നവർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വ്യക്തികളായിരിക്കും. ഒരു വിശ്വാസിയായി അങ്ങ് തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ പോലും ലോകത്തിനോ സമൂഹത്തിനോ ഭവനത്തിനോ കുടുംബക്കാർക്കോ സഹോദരങ്ങൾക്കോ ആർക്കും യോജിച്ചു പോകാൻ കഴിയുന്നതായിരിക്കില്ല. എന്നാൽ ആ വ്യക്തി ജനനം മുതൽ വ്യത്യസ്തപ്പെട്ട വ്യക്തിയാണ്. അതാണ് മുൻകുറി, മുൻനിർണയം. ദൈവത്തിന്റെ ജനത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ സൃഷ്ടിപ്പ് മുതൽ വ്യത്യാസമായിരിക്കും. കരുണയുള്ള കർത്താവെ, അങ്ങ് നമ്മെ അവിടെ നിന്ന് വിളിച്ച് വേർതിരിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അങ്ങ് നമ്മെ പേർ ചൊല്ലി വിളിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, ഇന്നും അങ്ങ് നമ്മെ വിളിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. നാം കടന്നു വന്നതല്ല, അല്ലെങ്കിൽ വെറുതെ ഒരു വചനം കേട്ട് കടന്നു വന്നതല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നും ഈ സമൂഹവും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും നാട്ടുകാരും വിശ്വാസം എന്ന് പറയുന്നവരും നമ്മെ നോക്കി പരിഹസിക്കുന്നത്. അത് ക്രിസ്തു നമ്മെ തെരഞ്ഞെടുത്തുവെന്നും ആ നാമം നമ്മുടെ മേൽ അപ്ലൈ ആയി എന്നും പിശാച് കണ്ടു ബോധ്യമാകുന്നതാണ്. യേശു പറഞ്ഞ പ്രകാരം, എന്റെ നാമം നിമിത്തം നിങ്ങൾക്ക് പഴി, ദുഷി, നിന്ന, പരിഹാസമുണ്ട്. നിങ്ങളോ ദുഃഖിക്കും, എന്നാൽ ലോകം സന്തോഷിക്കും. എന്നാൽ ഒടുവിൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നാം അറിയാതിരിക്കാൻ നമ്മെ വിളിച്ച് വേർതിരിച്ച മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, അവർ നമ്മെ ഓർത്ത് പഴിക്കുന്നെങ്കിലും അവർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചതോർത്ത് കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാൻ അവരെ ക്ഷമിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണം. കർത്താവ് നമുക്ക് കാണിച്ചെന്ന മാതൃക അതാകുന്നു. കർത്താവ് തെരഞ്ഞെടുത്ത സ്തെഫാനോസും പൗലോസും ഇത് തന്നെയാണ് കാണിച്ചെന്നത്. അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാതെ അവരെ ക്ഷമിക്കുക എന്ന് പറയുമ്പോഴാണ് നമ്മയും കർത്താവ് വിളിച്ചൊന്നും തെരഞ്ഞെടുത്തൊന്നും ആത്മാവിനാൽ വഴി നടത്തപ്പെടുന്നു എന്നും ബോധ്യമാകുന്നത്. സാധാരണ എന്റെ സ്വഭാവം അങ്ങനെയല്ല, ലോകത്തെ പോലെയാണ്. എന്നാൽ തത്സമയത്ത് സഹായത്തിന് ധൈര്യത്തോടെ കൃപാസംഹൃതം വരുമെന്ന് പറഞ്ഞതുപോലെ ആ സമയത്ത് ആത്മാവിനെ തന്ന് വഴി നടത്തുന്ന ആ സ്വഭാവം, ആ വർത്തമാനം എന്നിൽ നിന്ന് വരുമ്പോൾ മനസ്സിലാക്കാം കർത്താവെ അങ്ങ് എന്നിൽ നിന്ന് വഴി നടത്തുന്നു എന്ന്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, പാപം, വാക്ക്, പ്രവൃത്തി, നോട്ടം, ചിന്തകളൊക്കെയും അനേകം തെറ്റിപ്പോയിരിക്കുന്ന കർത്താവെ, ഒരു പാപി മാനസാന്തരപ്പെട്ടു വരുന്നതാണ് അങ്ങ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. എങ്കിൽ കർത്താവ് നമ്മുടെ സകല പാപങ്ങളും തെറ്റുകുറ്റങ്ങളും പൂർണ്ണമായി ക്ഷമിച്ചുകൊണ്ട് അങ്ങയുടെ വിശുദ്ധ രാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ അങ്ങയുടെ വിശുദ്ധ രക്തം നമ്മളെ കഴി ശുദ്ധീകരിച്ചുകൊണ്ട് തിരുവചനത്തിന് യോഗ്യമായി തീർക്കാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് മറ്റുള്ളവർക്ക് തുറന്ന പുസ്തകമാകുവാൻ സഹായിക്കണമേ, ക്രിസ്തുവിന്റെ പത്രമാകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മിൽ നിന്നൊരു ക്രിസ്തുവിനെ വായിച്ചെടുക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യേശുവിന്റെ ഭാവം തന്നെ ഉണ്ടാകാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുപരിയായിട്ടുള്ളത് ഒന്നും ക്രിസ്ത്യാനി എന്ന ലേബൽ പോലും ചാർത്തപ്പെട്ടിട്ടില്ല. വിളിക്കപ്പെട്ട കുഞ്ഞാടുകളുടെ നെറ്റിമേൽ അവന്റെ നാമം എഴുതിയിരിക്കുന്നു. വചനം പറയുമ്പോൾ വെളിപ്പാട് 14 പറയുന്നു, അവന്റെ നാമം നെറ്റിമേലും ഹൃദയത്തിലും എഴുതപ്പെട്ടവരായിരിക്കുമെന്ന്. ആ നാമം നമ്മുടെ മേൽ എഴുതപ്പെട്ടെങ്കിൽ മറ്റൊരു വ്യക്തി നമ്മെ വായിച്ചെടുക്കുന്നത് ഇവൻ ക്രിസ്തുവിന്റെ അനുകാരിയാണ് എന്നായിരിക്കും. കാരണം കർത്താവ് വചനത്തിന്റെ വെളിപ്പാടോടുകൂടി
ദൈവിക വെളിപ്പാടോടുകൂടി പരിശുദ്ധാത്മ ശക്തിയോട് ജീവിക്കാൻ നമ്മെ സഹായിക്കണമേ. ഇന്നത്തെ അന്നു വേണ്ട മന്നയ്ക്കായി കാക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്ന കർത്താവേ, ഇന്ന് ഞങ്ങൾക്കുള്ള ആത്മീക മന്ന എന്താണോ അത് ആത്മാവ് നമുക്കായി വിളമ്പി തരണമേ. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുത്തുന്നതും അത് സന്തോഷിപ്പിക്കുന്നതുമായി തീരട്ടെ. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവെ, ആ ശബ്ദത്തിനെ ഞങ്ങൾ കാതോർത്ത് വന്നിരിക്കുന്നു. കാരണം സഭാരാധന നിങ്ങൾ മറ്റുള്ളവരെ പോലെ അലക്ഷ്യമാക്കരുതെന്ന് പറയുമ്പോൾ ഇന്ന് സഭാരാധനയാകുന്നു. അനേകം പേർ തെറ്റുപഠിപ്പിക്കുന്നു. സഭയുടെ ആരാധന കാലം കഴിഞ്ഞു പോയി, വെറുതെ വീട്ടിൽ നിന്ന് പ്ലേ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, ഒന്നും കൂടി വരേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇതേ സന്ദേശം നിൽക്കുന്നവർ തന്നെ തെറ്റിപ്പഠിപ്പിച്ചിട്ട് അവർ അറിയുന്നില്ല. കർത്താവെ, അവിടെ നമ്മെ വിളിച്ച് വേർതിരിച്ച മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കാൻ നമ്മെ സഹായിക്കണമേ. ഈ ആരാധന ആദ്യം നിങ്ങളുടെ കൃപയും സാന്നിധ്യം കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം എല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. നിങ്ങളോട് വ്യക്തിപരമായി കർത്താവ് സംസാരിക്കുന്നതിനാണ് നിങ്ങൾ ആകാംക്ഷയോടെ ഇരിക്കാൻ. ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം, ക്രിസ്തുവും ഞാനുമായി ഒരു കൈവഴിയിൽ എത്തിയിരിക്കുന്നു. ആത്മാവ് ഉണർന്നിരിക്കും ദൈവ ശബ്ദം കേൾക്കുവാനായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് വന്നതിന് പ്രയോജനമുണ്ട്. നിങ്ങൾക്ക് പ്രയോജനമുണ്ട്, ക്രിസ്തു സന്തോഷിക്കുകയും ചെയ്യും. ഇല്ല എങ്കിൽ വെറുതെ വന്നോ, നേർച്ചയ്ക്കായി വന്നോ തിരികെ പോകുന്നവരാകും. അങ്ങനെ വന്നിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഒരു കർത്താവ് എന്ന് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാൾ മറന്നിട്ടില്ല. അധരം കൊണ്ട് എന്നെ സ്തുതിക്കുകയും ഹൃദയം കൊണ്ട് അകലെ. അതെന്താ? ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തു നമ്മൾ ഒന്നായി ചേർന്നു, ഇല്ലെങ്കിൽ ഹൃദയം കൊണ്ട് അകലെ എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഇവിടെ പാസ്റ്റർ എന്തെങ്കിലും പറയുമെന്നല്ല, ക്രിസ്തു എന്നോട് സംസാരിക്കണം. ക്രിസ്തുവാണ് മണവാളൻ. മണവാളനും മണവാട്ടിയും ഒന്നാകുന്നു. ഒന്നെങ്കിൽ നമ്മൾ ആ ശബ്ദം കേൾക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കല്ലറയിൽ ചേരുന്ന കാര്യം പറഞ്ഞു. അതിനു മുമ്പേ നമ്മൾ എടുത്തത് തെക്കേ രാജ്ഞിയും ന്യായം വിധിക്കും എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 42-ാമത്തെ വാക്യം. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറിച്ചിട്ട് നമ്മൾ അല്പനേരം സംസാരിച്ചു. ഇവിടെയാണ് തെക്കേ രാജ്ഞി ശലോമോന്റെ അടുക്കൽ വന്ന് ജ്ഞാനം കേട്ടിട്ട് തിരിച്ചു പോയി. എന്നിട്ട് ബാക്കിയുള്ള കാര്യം കർത്താവ് ആത്മാവിനാൽ യോനയിലൂടെ അല്ലെങ്കിൽ മത്തായി സുവിശേഷം കർത്താവാണ് അവൾ ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എയർ കണ്ടീഷനുള്ള കാറുകളും തീവണ്ടികളും വിമാനങ്ങളും ഉണ്ട്. ദൈവം അത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. എങ്കിലും നിങ്ങൾ അത് ചെയ്യുകയില്ല. എന്ന് വെച്ചാൽ നമുക്ക് തെക്കേ രാജ്ഞിയുടെ കാര്യം എന്തുകൊണ്ടാണ് അവൾ എന്താ പറയുന്നത്, തെക്കേ രാജ്ഞി ശലോമോന്റെ അടുക്കൽ വന്ന് ജ്ഞാനം കേട്ട് തിരികെ പോയ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ അവൾ എന്തു പ്രവൃത്തി ചെയ്തു എന്നും ആ പ്രവൃത്തി എന്ത് ഉളവാക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തു ഏകദേശം 3000 വർഷങ്ങൾക്ക് ശേഷം വന്നു പറയുന്ന കാര്യം പറയാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ പ്രവാചകനിലൂടെ കർത്താവ് നമ്മളോടൊന്ന് കാര്യം സംസാരിക്കുകയാണ്. ആ കാര്യം പറഞ്ഞില്ല, ആ കാര്യം പറയാൻ പോവുകയാണ്. അതിനിടയിൽ കർത്താവ് നമ്മൾ നമുക്ക് എന്തുണ്ട്? AC കാറുണ്ട്, ഇനി തീവണ്ടികളുണ്ട്, വിമാനങ്ങളുണ്ട്, അതുപോലെ സഞ്ചരിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എന്നിട്ടും ദൈവം ഇവയെല്ലാം നമ്മുടെ കയ്യിൽ നൽകിയിരിക്കുന്നു. എങ്കിലും നാം അത് ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്നില്ല എന്ന് ശേബാരാജ്ഞി ഒരു അറുതിയിൽ നിന്ന് മറ്റേ അറുതിയിൽ വന്ന് കേട്ടത് ശലോമോന്റെ ജ്ഞാനമല്ല. ശലോമോൻ ജ്ഞാനിയായിരുന്നു. ശലോമോന് ദൈവജ്ഞാനം നൽകിയത് ദൈവിക വെളിപ്പാടുകൾ ഗ്രഹിക്കുന്നതിനുള്ള കൃപയാണ് നൽകിയത്. ദൈവത്തിന്റെ ജ്ഞാനം ദൈവം ശലോമോന് നൽകി. ആ ശലോമോനിലൂടെ നൽകപ്പെട്ട ജ്ഞാനം ദൈവത്തിന്റെ ഉദ്ദേശമുണ്ടായിരുന്നു, ദൈവിക രഹസ്യങ്ങൾ വിളിച്ചു പറയുക എന്ന്. ഇത് മാത്രം മനസ്സിലാക്കിയിട്ടാണ് രാജ്ഞി അവിടെ നിന്ന് പുറപ്പെട്ടു ഇവിടെ വന്നത്. ആ കാലത്ത് ദൈവത്തിന്റെ സത്യവചനം സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ഉള്ളൂ എന്ന് ശേബാരാജ്ഞി മനസ്സിലാക്കിയതുപോലെ ആ രാജ്ഞി ആരാണ്? രാജാവിന്റെ മണവാട്ടി. നമ്മളാരാണ്? നമ്മളാണ് ശേബാരാജ്ഞി. ശേബാരാജ്ഞി ഭൂമിയുടെ ഒരു അറുതിയിൽ നിന്ന് മറ്റേ അറുതി വരെ ജ്ഞാനം കേൾപ്പാൻ വന്നതിന്റെ ഉദ്ദേശം എന്തെന്നാണ് കർത്താവ് ഇപ്പൊ നമ്മെ പഠിപ്പിക്കാൻ പോണത്. ആ ഉദ്ദേശത്തോടു കൂടിയാണോ ഞാൻ വന്നത് എന്നതാണ് കർത്താവ് പരിശോധിക്കുന്നത്. ശേബാരാജ്ഞി ശലോമോനിലൂടെ ദൈവം സംസാരിക്കുന്നു, അത് ദൈവത്തിന്റെ ജ്ഞാനമാണ്, അത് കേൾക്കാൻ പോകണമെന്ന്
ശേബാരാജ്ഞിയെ ആ കാലത്തിലേക്ക് വേണ്ടി ദൈവം നിയോഗിച്ചവളാണ് എന്ന ബോധ്യം ശേബാരാജ്ഞിക്ക് ഉണ്ടായതുകൊണ്ടും കൂടെയാണ് അവൾ എഴുന്നേറ്റ് പുറപ്പെട്ടു വന്നത്. രണ്ടും കൂടെ കണക്ട് ചെയ്ത് പറയാം. ഈ കാലത്ത് നമ്മുടെയൊക്കെ ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും ദേശത്തിന്റെ ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ ഇടയിൽ ഈ കാലത്തേക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികളെന്ന് നമുക്ക് ബോധ്യമായി. ഇത് ദൈവത്തിന് ബോധ്യമായത് കൊണ്ടാണ് ഈ കാലത്തെ സന്ദേശവാഹകരായി കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത്. ഇത് എനിക്ക് ബോധ്യമായാൽ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. ശേബാരാജ്ഞി ഒരറുതിയിൽ നിന്ന് മറ്ററുതിയിൽ വരാൻ കാരണം അവളെ ആ കാലത്തേക്ക് വേണ്ടി സന്ദേശവാഹകയായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യമുണ്ടായിട്ടാണ് അവൾ അവിടെ സകലതും വിട്ടിട്ട് ഇറങ്ങി തിരിച്ചത്. നമ്മളെ പല ഞായറാഴ്ചയായി ആരാധനയ്ക്ക് ചെന്നില്ലെങ്കിൽ പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ളതല്ല. എന്റെ ഉള്ളിലെ ആത്മാവിന്റെ വെപ്രാളം, ആത്മാവ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ കാലത്തേക്ക് വേണ്ടി ദൈവം നിയമിച്ച വ്യക്തി ഞാനാണ്. ഇവിടെ അടങ്ങിയിരിക്കേണ്ടവളല്ല. ദൈവം സംസാരിക്കുന്ന ജ്ഞാനം എനിക്ക് വേണ്ടിയിട്ടാണ്. ആ ജ്ഞാനം വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു പാനപാത്ര വാഹകനാണ് ഞാൻ, സന്ദേശവാഹകനാണ് ഞാൻ. ഇവിടെ സ്ത്രീയെന്നോ കുഞ്ഞെന്നോ പുരുഷനെന്നോ പ്രായമൊന്നുമില്ല. ആത്മാവിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അത് വഹിച്ചുകൊണ്ട് ഈ ശേബാരാജ്ഞി പോയപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അവൾ പോയപ്പോൾ പുറകെ ഇവയെല്ലാം പറഞ്ഞു വിളിച്ചോതിക്കൊണ്ടാണ് അവൾ പോയത്. അവൾ നിങ്ങൾ സന്ദേശവാഹകരാണെന്നും സന്ദേശം വഹിച്ചുകൊണ്ട് ലോകത്തിൽ വിളിച്ചു പറയുമെന്നും കർത്താവ് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഈ കാലത്തിന്റെ സന്ദേശവാഹകരായി നിങ്ങളെ തെരഞ്ഞെടുത്തത്. ശ്രദ്ധിക്കുക, സന്ദേശവാഹകൻ അല്ല, വാഹക അല്ല. അത് ഒരു വ്യക്തി മാത്രം, നമ്മുടെ കർത്താവ് യേശു തെരഞ്ഞെടുത്ത വില്യം മരിയം ബ്രൻഹാം മാത്രമാണ് സന്ദേശവാഹകൻ. സന്ദേശമാര്? കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു സന്ദേശം തുറന്ന ഒരു ചെറു പുസ്തകമായി വില്യം മരിയം ബ്രൻഹാമിന്റെ ഉള്ളിലേക്ക് വന്നുവെങ്കിൽ നമ്മളെന്ന മണവാട്ടി എവിടെ ഉണ്ടായിരുന്നു? ഈ പ്രവാചകനിൽ നമ്മളുണ്ടായിരുന്നു. പ്രവാചകൻ എവിടെ ഉണ്ടായിരുന്നു? അബ്രഹാമിലും ഇസാക്കിലും യാക്കോബിലും ആദാമിലും ഉണ്ടായിരുന്നു. ആദാമും നമ്മളും എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിരുന്നു. ആ ശരീരത്തിന്റെ പല പല ഭാഗമായി ഇന്ന് അവസാനമായി നമ്മുടെ കാഴ്ചയ്ക്ക് അവസാനിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമാണ് നാം. ഇത് ക്രിസ്തു നമ്മെ ഇപ്പോഴും വഹിക്കുകയാണ്, സന്ദേശവാഹകർ. ഇതാ മാലിക് ബ്രദർ ഒരു 5 വർഷം മുമ്പ് പ്രസംഗിച്ചത്, അന്ന് പലരും അത് അല്ല എന്ന് പറഞ്ഞു. മണവാട്ടിക്ക് ഒരു സന്ദേശമുണ്ട്. പലരും പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പ്രവാചകൻ സീലിൽ നിന്ന് മാറിയിട്ടില്ല, ശരി തന്നെയാണ്. പക്ഷേ ഈ സന്ദേശം ഇന്ന് കൊണ്ടുപോകേണ്ട വാഹകർ നമ്മളാണ്. എങ്ങനെ? നമ്മളെന്നുള്ള അഹങ്കാരമൊന്നും വരരുത്. ദൈവകൃപയാൽ ഇതിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വന്നാൽ ആ ആത്മാവിനൊരു ദൗത്യം, ഉത്തരവാദിത്വമുണ്ട്. അത് ഉറപ്പാണ്. ആ ആത്മാവ് നമ്മളിലൂടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ തെക്കരാജ്ഞാര ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗം. ഇപ്പം അല്പം മുമ്പ് കർത്താവ് എന്ന് പറഞ്ഞു നമ്മളും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ നമ്മളും ഈ സന്ദേശം പറയുന്നു കൊണ്ട് പോകുമ്പോൾ അത് കേട്ടിട്ട് അനുസരിക്കാത്ത തലമുറയെ ന്യായം വിധിക്കാൻ എഴുന്നേൽക്കുമ്പോൾ നമ്മളും അവിടെ ഉണ്ടാകും. വിശുദ്ധന്മാർ, നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കുന്ന നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ അല്ല ഈ ശേബാരാജ്ഞി വന്നത്, ദൈവത്തിന്റെ ജ്ഞാനം കേൾപ്പാൻ ശലോമോനിലൂടെ. ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കാനല്ല, എന്നിലൂടെ കർത്താവ് സംസാരിച്ച സന്ദേശം കർത്താവ് തന്നെ ഇന്ന് നിങ്ങളോട് സംസാരിക്കും. ശലോമോനല്ല ശേബാരാജ്ഞിയോട് സംസാരിച്ചത്, കർത്താവ് സംസാരിച്ചു. ദൈവ ശബ്ദം കേൾക്കാനാണ് വന്നത്. ശലോമോന്റെ ശബ്ദം കേൾക്കാൻ വന്നവര് അനേകരുണ്ടായിരുന്നു. അവരൊന്നും പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ഈ കളഞ്ഞ സന്ദേശവാഹൻ വില്യം മരിയം ബ്രൻഹാം എല്ലാവർക്കും വരാം. ആ സന്ദേശവാഹകം, ആ സന്ദേശം നമ്മുടെ ഉള്ളിൽ വന്നു എങ്കിൽ കർത്താവ് നമ്മെ കുറിച്ച് എഴുതി വയ്ക്കും. ഈ കാലത്തിന്റെ സന്ദേശവാഹകർ നമ്മൾ ആരാണോ അവർ. ദൈവം ശലോമോനെ തെരഞ്ഞെടുത്ത് ജ്ഞാനം സംസാരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ട് ഭൂമിയുടെ അറ്റത്തും വേറെ അറുതിയിലുള്ള ശേബാരാജ്ഞിന്റെ പേരെഴുതി വെക്കണമെങ്കിൽ അവൾ ചെയ്ത പ്രവൃത്തി ദൈവനാമ മഹത്വത്തിനായിരുന്നു. നമ്മൾ ഇനി ഞാൻ ഓടി വീട്ടിൽ പോയിട്ട് എന്റെ പേരുണ്ടോ എന്ന് നോക്കുകയല്ല, നമ്മൾ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ എന്റെ പേരും എന്റെ പ്രവൃത്തി ഇതിലുണ്ട്. ശേബാരാജ്ഞി ഇത് അറിഞ്ഞിട്ടാണോ ഇറങ്ങി പുറപ്പെട്ടത്? ഇല്ല. ലോക സ്ഥാപനത്തിന് മുമ്പേ ഇങ്ങനെ ഒരു ശേബാരാജ്ഞി ജനിക്കുമെന്നും അവൾ ദൈവത്തിനായി സമർപ്പിക്കപ്പെടുമെന്നും അവൾ ദൈവത്തിന്റെ സന്ദേശ വാഹകയാകുമെന്നും അവൾ പ്രചരിപ്പിക്കുമെന്നതും തിരുവെഴുത്തിലുണ്ട്. അതായി ഇപ്പൊ യേശു സംസാരിച്ചത്. വചനം അങ്ങോട്ട് യേശു പറയുന്ന സമയത്ത് വരുന്നതല്ല, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്ന സമയത്തോ പ്രവാചകർ സംസാരിച്ചപ്പോഴല്ല. ഇത് ലോക സ്ഥാപനത്തിന് മുമ്പേ, സകലതും ഉളവാകുന്നതിന് മുമ്പേ വചനം എഴുതപ്പെട്ട് കഴിഞ്ഞു. എന്ത്, എങ്ങനെ, ഏത്, എപ്പോൾ, ആരിലൂടെ എന്നെല്ലാം ക്രിസ്തുവിൽ ഉറപ്പാണത്. അതിനെയാണ് കർത്താവ് നമുക്ക് എഴുതി തരുന്നത്. അപ്പൊ ശേബാരാജ്ഞി അന്ന് ഇറങ്ങി സംസാരിച്ചുവെങ്കിൽ ഈ തലമുറയിൽ ആരൊക്കെ ഇറങ്ങി പോകുമെന്നതും ദൈവത്തിന്റെ വചനത്തിലുണ്ട്.
പോകുന്നെങ്കിൽ നമ്മളെ കുറിച്ച് ഉണ്ട്, ഇല്ലാതിരിക്കില്ല. ആദ്യം മുതൽ അവസാനം വരെയുള്ള ദൈവത്തിന്റെ ജനത്തിന്റെ പ്രവൃത്തി മുഴുവനും സകലതും ഉണ്ട്. ഇപ്പൊ ശേബാരാജ്ഞി വന്ന ദൈവശബ്ദം കേൾക്കാൻ വന്നപ്പോൾ അവർക്ക് ഉദ്ദേശം, അവർക്കറിയാം അവിടെ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം ഈ ദേശത്തും പോകുന്ന വഴികളിലും അവളുടെ ദേശത്തും പറയുവാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി ഞാനാണ് എന്ന ഉത്തമ ബോധ്യം ശേബാരാജ്ഞിക്കുണ്ടായെന്നാണ് കർത്താവ് ഇപ്പൊ എന്നെയും പഠിപ്പിക്കുന്നു. നിങ്ങളെ പഠിപ്പിക്കുന്നോന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, നിങ്ങളെ പഠിപ്പിച്ചുവെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുന്നു എങ്കിൽ ഈ കാലത്തിന്റെ സന്ദേശഭാഗം നിങ്ങളാണ് ചെയ്തില്ലെങ്കിൽ പാപം വർദ്ധിക്കുന്നു വചനം പറയുന്നു. അപ്പൊ നമ്മൾ എന്നോട് വന്നത് ഒരു ശേബാരാജ്ഞി ആയതുകൊണ്ടാണ്. രാജ്ഞി എന്ന് വെച്ചാൽ രാജാവിന്റെ മണവാട്ടി. നമ്മുടെ ആത്മമണവാള ആര്? കർത്താവ് യേശു ക്രിസ്തു. നമ്മൾ 1000 വട്ടം രാജ്ഞിയുടെ പ്രവൃത്തി ചെയ്യുന്നില്ല. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗ. എന്തുകൊണ്ട്? പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ ഉള്ളിൽ എന്തുണ്ട്? ദൈവാത്മാവുണ്ട്. ആ ദൈവാത്മാവ് വഴി നടത്തുന്നവൻ ശരീരത്തിൽ നീക്കപ്പെടുമ്പോൾ ആ എൻഡ് ടൈം മെസ്സേജ്, നമ്മുടെ ചർച്ചിന്റെ മെയിൻ പേര് പുതിയൊരു പേര് ഇന്നലെ റെഡിയാക്കി, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. ഇത് നമ്മളുടെ പേരല്ല. ഇന്നും അത് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം, ഓർമ്മിച്ചോളാം. നമ്മുടെ ഈ സഭയെ ബ്രൻഹാം കൂടാരം എന്ന് വിളിക്കുന്നവരുണ്ട്, ബ്രൻഹാം ടാബർനക്കിൾ എന്ന് വിളിക്കുന്നവരുണ്ട്. അത് തെറ്റ്. പ്രവാചകൻ തന്നെ ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, സഭയ്ക്ക് എന്ത് പേരിടാമെന്ന് സന്ദേശത്തിൽ ആലോചിച്ചപ്പോൾ ബ്രൻഹാം കൂടാരം എന്ന് ഇടാമെന്ന്, അതായത് ബ്രൻഹാം കൂടാരത്തിന്റെ ബാക്കി ടാബർനക്കിൾ എന്ന് തീരുമാനിച്ചു. 1-2 ആഴ്ചകൾ കഴിഞ്ഞിട്ട് അടുത്തൊരു മീറ്റിങ്ങിന് കൂടിയപ്പോൾ കർത്താവ് പ്രവാചകനോട് പറഞ്ഞ ശബ്ദവും നമ്മുടെ മലയാളത്തിൽ ഇവിടെ ഉണ്ട്. ഈ ആലയത്തിന് ബ്രൻഹാം കൂടാരം എന്ന് ഇടരുത്, അത് ഒരു മനുഷ്യന്റെ പേരാകുന്നു. ഈ ലോകം തോടിപ്പിക്കുന്നു. വില്യം മാരിയം ബ്രൻഹാം എന്ന് പറയുന്നത് ഈ കാലത്ത് യേശു ക്രിസ്തു പേരാണെന്ന് നമ്മളെയൊക്കെ പഠിപ്പിച്ചാണ്, അറിയാല്ല. പ്രവാചകരുടെ കർത്താവ് സംസാരിക്കുന്നത് ദൈവസഭയ്ക്ക് ഈ പേരിടരുത്, എന്റെ എന്ന് പറഞ്ഞില്ല, ഈ പേരിടരുത്, അതൊരു മനുഷ്യന്റെ പേരെന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അന്നേ ദിവസം തന്നെ പ്രവാചകരുടെ കർത്താവ് പറഞ്ഞാണ് 1 തിമോത്തി 3:15-16 വാക്യം. ആ വാക്യമാണ് ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. അപ്പൊ അന്ന് സംസാരിച്ചു, അദ്ദേഹത്തിന് ബോധ്യമായി. അതേ സന്ദേശവുമായിട്ടിരിക്കുന്ന ഈ ജനങ്ങൾക്ക് ബോധ്യമാവുന്നില്ല. ഈ വിഷയത്തിലേക്ക് വരാം. ശേബാരാജ്ഞി പുറപ്പെടാനുള്ള കാരണം എന്താണ്? ഈ കാലത്ത് കർത്താവിന്റെ സന്ദേശം എന്റെ ദേശത്തും ഞാൻ കടന്നു വരുന്ന ദേശത്തും ഇനി എവിടെയൊക്കെയാണോ പോകാൻ, അതവിടെ പറഞ്ഞത്, നിങ്ങൾക്ക് എയർ കണ്ടീഷൻ ചെയ്ത കാറുകളുണ്ട്, തീവണ്ടികളുണ്ട്, വിമാനങ്ങളുണ്ട്, അതായത് യാത്രയും വാഹനങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നില്ല. ഇതൊന്നുമില്ലാതിരിക്കെ ശേബാരാജ്ഞി ചെയ്തു. ഞാൻ ചിന്തിക്കുകയാണ്, ശലോമോനെ കാണുന്നതിനായി അവൾ എത്രമാത്രം ദൂരെ സഞ്ചരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് നിങ്ങളുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയാണെങ്കിൽ അതൊരു ദീർഘദൂരമുണ്ട്, ഏകദേശം 300 മൈലുകൾ. പക്ഷെ ആത്മാവാണ് നിങ്ങൾ വന്ന, പൈസ പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല, പ്രായം പ്രശ്നമല്ല, സംസാരിക്കാൻ അറിയിക്കില്ല എന്നൊന്നുമല്ല. കർത്താവ് പറഞ്ഞ് നിങ്ങൾ സംസാരിക്കാൻ എഴുന്നേൽക്കുന്ന നാൾ ഞാൻ നിങ്ങളുടെ നാവിൽ സംസാരിക്കും. അതൊന്ന് ടെസ്റ്റ് ചെയ്യാനെങ്കിൽ നിങ്ങളൊന്ന് ഇറങ്ങി പുറപ്പെട്ടു നോക്കൂ. ഏകദേശം 300 മൈലുകൾ. നിങ്ങൾക്കറിയാമോ അതിന് അവൾ എത്ര സമയമെടുത്തുവെന്ന്? അവൾ ഒരു എയർ കണ്ടീഷൻ കാറിലല്ല പോയത്, എന്നാൽ അവൾ ഒട്ടകപ്പുറത്താണ് സഞ്ചരിച്ചത്. അവൾ മരുഭൂമിക്ക് കുറുകെ യാത്ര ചെയ്തു തുടങ്ങി. വന്ന് ജ്ഞാനം ശേഷം മരുഭൂമിക്ക് കുറുകെ യാത്ര ചെയ്തു തുടങ്ങി. ആ ചുരുളുകൾ എഴുത്ത് അവൾ വായിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേരുന്നത് വരെ അവൾ ഞെരുക്കത്തോടുകൂടെ യാത്ര ചെയ്തു. എന്തിനാണ്? വലിയ സന്തോഷത്തിൽ, ഹാപ്പിയാണ്. നമ്മളൊക്കെ ഇപ്പൊ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത് ഹാപ്പിയാണ്. പക്ഷെ ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് ഒരു സന്ദേശം കിട്ടിയപ്പോൾ അവൾ പ്രവാചകൻ ഇതൊന്നും അറിയില്ല, എന്തു പറയണം, എങ്ങനെ പറയണം എന്ന് അറിയില്ല. കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്, ഞെരുക്കത്തോടുകൂടെ യാത്ര ചെയ്തു വെച്ചാൽ അവൾക്ക് ലഭിച്ച സന്ദേശം സ്വർഗത്തിന്റെ നിധിയാണ്, ഓരോ മനുഷ്യന്റെയും ജീവനാണ്. അത് എത്ര പ്രാഗൽഭ്യത്തോടുകൂടെ ഞെരുക്കത്തോടുകൂടെ അവളുടെ സകല കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അവളുടെ ഹൃദയം വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഇതാരെങ്കിലും ഒന്ന് കേട്ട് വിശ്വസിച്ചെങ്കിൽ കർത്താവ് സന്തോഷിക്കും. ഇന്ന് നമുക്ക് അതിലും അധികം സന്തോഷിക്കേണ്ടതാ. എന്തുകൊണ്ട്? ഞെരുക്കമുണ്ടാകേണ്ടതാ. എന്റെ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു യാഗമായത് ഈ കിടക്കുന്ന വ്യക്തികൾക്കും കൂടെ വേണ്ടി എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് ആ ഹൃദയഭാരം കൊണ്ട് അടങ്ങിയിരിക്കാൻ കഴിയാത്ത തരത്തിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ കാലത്ത് യേശു അതുപോലെ ജീവൻ വെടിയില്ല. ഇന്ന് എത്ര ഹൃദയഭാരം ഉണ്ടാകണം. അപ്പോൾ നമ്മൾ പാസ് വിളിച്ചാൽ പോവാ, പാസ് അവിടെ കൺവെൻഷൻ, ഇവിടെ കൺവെൻഷൻ, നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ല. അത് ഹൃദയഭാരവും ഇല്ല, വന്നാലും ഇല്ല, പോയാലും ഇല്ല. ആര് വന്നാലും വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ആ ആത്മാവ് തന്നെ എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹൃദയഭാരം
എനിക്കുണ്ടാവേ. ഞാൻ ആരോട് ഞാൻ ഇന്നടുത്ത് നിൽക്കുകയാണേ, ഞാൻ കഴിഞ്ഞ ആഴ്ചയും പോയി എന്നും പറയണ്ട കാര്യം. മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്നവൻ ദൈവത്തിന് കൊള്ളാവുന്നവനല്ല. കർത്താവ് സകലതും അറിയുന്നു. കർത്താവിനെ ഓർത്ത് നിങ്ങൾ ഇറങ്ങി പുറപ്പെടൂ. പക്ഷെ ഒറ്റ കണ്ടി ഒരു കാര്യം, ലജ്ജ സഹിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം വേണം. ലജ്ജ സഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതി. പ്രത്യേകിച്ച് ഈ കാലം, തുടക്കത്തിൽ പറഞ്ഞു, ഈ കാലം എന്തുകൊണ്ടാ? എല്ലാ ദൈവജന സത്യങ്ങളും വെളിപ്പെട്ട് കഴിഞ്ഞു. വെളിപ്പെടുന്നതിന് മുമ്പേ ലോകം തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നതാണ് ലോകത്തിന് മുഴുവൻ അറിയാവുന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ശരിയായത് പറയുമ്പോൾ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ തന്നെ നമ്മളെ ഉപദ്രവിക്കും, പഴിക്കും, ദുഷിക്കും. അത് സഹിക്കണം. എന്തുകൊണ്ട് സഹിക്കണം? ഈ ഹൃദയഭാരം ദൈവത്തിന്റെ ജ്ഞാനം വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ക്രിസ്തുവിന്റെ രാജ്ഞിയാണ്. ലജ്ജ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന. എന്തോ നമുക്ക് സഹിക്കുന്നത്? ക്രൂശിൽ എനിക്ക് വേണ്ടി ചെയ്ത യാഗത്തെ ഓർക്കുമ്പോൾ, ഓ, ഇതൊന്നും ഈ ലോകത്തിന്റെ കഷ്ടം സാരമില്ല കർത്താവേ എന്ന് തോന്നുന്നു. അപ്പോൾ അവൾ ഹൃദയഭാരത്തോടുകൂടി പോവുക മാത്രമല്ല, അവൾക്ക് ലഭിച്ച ജ്ഞാനം, സ്റ്റാർട്ടിങ് പറഞ്ഞ മനസ്സിലായല്ല, അവൾ അവിടുന്ന് പുറപ്പെട്ടു വന്നത് ദൈവം ഈ കാലത്തിന്റെ സന്ദേശവാഹകയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യവും വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നവരെ നോക്കില്ല, ഇങ്ങനെ ഇരിക്കും. ആര് നടന്നു പോയാലും സംസാരിച്ചാലും ശബ്ദം കേട്ടാലും ഇങ്ങനെ ഈ കാര്യം എന്താ? അവിടെ സംസാരിക്കുന്ന ക്രിസ്തു ഇരുന്ന് അകത്ത് ആ വ്യക്തിയെയും ക്രിസ്തുവിനെയും ഒന്നാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കും. ശബ്ദം കേട്ടാലും കാത് തട്ടി വീഴുന്നാലും അങ്ങനെ ആവണം. അങ്ങനെ ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് ഞാൻ ഇതുവരെ മനസ്സിലാക്കാത്ത കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങളത് കേൾക്കാൻ വന്നവർ അതുപോലെ ഇരുന്നില്ലെങ്കിൽ പിന്നെ വേറെ എന്തിട്ടാകുമ്പോൾ ഞാൻ സംസാരിച്ചു പോകുന്നത്. അപ്പോൾ അവൾ പുറപ്പെട്ടു വരുന്ന സമയത്ത് തന്നെ അവൾക്ക് മനസ്സിലായി, കർത്താവാണ് എന്നെ നയിക്കുന്നത്. കർത്താവിന്റെ ഉദ്ദേശത്തിനായിട്ടാണ് ഈ ശരീരം എന്ന പാനപാത്രവുമായി ഞാൻ ക്രിസ്തുവിൽ വിട്ടുകൊടുത്താൽ മതി. നമ്മളോട് പാടി, ആ വലങ്കരം അതിൽ കരുതിയിടുന്നു, കർത്താവിന്റെ ബലവും സങ്കേതവും എന്നാത്മാരക്ഷയും അവനല്ലോ. അപ്പൊ കർത്താവ് എന്നെ വഹിക്കുന്നു. ആ വലങ്കൈ എന്നെ താങ്ങും. പറഞ്ഞാൽ വലങ്കര അധികാരം, അത് ശരീരം അധികാരപ്പെടുത്തിയിരിക്കുന്നു. അത് എന്നെ താങ്ങിക്കൊണ്ട് പോകും. ഇന്ന് ചർച്ചിൽ പോകാൻ എനിക്ക് സമ്മതമാണ് കർത്താവേ. സുഖമില്ല, ഞാൻ വരെയാണ്, എന്നെ അങ്ങ് കരുതിക്കൊള്ളണം. എനിക്ക് വചനം കേട്ടാൽ മതി. സുഖമല്ലാതെ കിടക്കുന്ന ഒരു സഹോദരി, എന്നാലും വേണ്ടില്ല, വചനം കേൾക്കാതെ ഞാൻ പോവില്ല. ആരും പോത്തുന്നതല്ല. ഈ പറഞ്ഞതുപോലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ ഇന്ന് പോകുന്നില്ല സുവിശേഷം അറിയിക്കാൻ. അവൾ ഒട്ടകപ്പുറത്ത് വന്നു. പോകുമ്പോൾ ഹൃദയഭാരത്തോടുകൂടി സന്ദേശം ലോകത്തോട് അറിയിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ് പറഞ്ഞത്, തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. നമ്മൾ ഇന്ന് നമ്മുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ പേര് നിങ്ങൾ ചേർത്തുകൊള്ളുക. ഇന്ന വ്യക്തി ഒരു ന്യായവിധി നാളിൽ എന്നോടൊപ്പം നിന്ന് ഈ തലമുറയെ കുറ്റം വിധിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക്, അത് എഴുതിയത് കർത്താവാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കും. നിങ്ങൾ വചനമാണ്. ഇപ്പം പുതിയൊരു പിക്ചർ ഇട്ടിട്ടുണ്ടോ? ഇത് പറയാൻ വചനം എന്ന് പറഞ്ഞിട്ടാണ്. കഴുക് സുവിശേഷമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ മെസ്സേജ് കഴുക് സുവിശേഷമാണ്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇത് 4 നമുക്ക് സുവിശേഷങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി മുതലുള്ളതിന്റെ കാവൽക്കാര. ഒരു മർമ്മം കൂടെ പറഞ്ഞിട്ട് വരാം. മെനിഞ്ഞാന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഈ ഫോട്ടോ നോക്കിയിട്ട് നമുക്ക് കർത്താവ് പെട്ടെന്ന് തന്നെ ഒരു കാര്യം പഠിപ്പിക്കുകയായിരുന്നു. പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള കാര്യങ്ങൾ ദൈവം മനുഷ്യനിലൂടെ സംസാരിച്ചു. ശരിയാണല്ലോ. മനുഷ്യനിലൂടെ സംസാരിച്ചപ്പോൾ അതിനെ മുഴുവൻ തിന്നു തീർത്തതാണ് വെട്ടുക്കിളി വീട്ടിൽ തുള്ളൻ പച്ചപ്പുഴു. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ദൈവം പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ന്യായാധിപന്മാരിലൂടെയും മോശയിലൂടെയും നോഹയിലൂടെയും രാജാക്കന്മാരിലൂടെയും അറിയിച്ചത് ദൈവത്തിന്റെ പദ്ധതി ലോകം അറിയാതിരിക്കാൻ തിന്നു തീർത്തത് വെട്ടുക്കിളി വീട്ടിൽ തുള്ളൻ പച്ചപ്പുഴു. കർത്താവ് എന്ത് പറഞ്ഞിരിക്കുന്നു? വെട്ടുക്കിളി പച്ചപ്പുഴു വീട്ടിൽ തീർത്തതിനെ ഞാൻ മടക്കി നൽകും. പഴയ നിയമകാലത്ത് താൻ ആരാണെന്ന് അറിയിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. ഇറങ്ങി വരുന്നതിന് മുമ്പ് വചന സന്ദേശം വന്നപ്പോൾ തന്നെ അവർ പ്രവാചകന്മാരെ കൊല്ലറിഞ്ഞു. അതുകൊണ്ടാണ് ലൂക്കോസിൽ യേശു വിളിച്ചത്, യെരുശലേമേ യെരുശലേമേ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ മാറോട് ചേർക്കുന്നത് പോലെ നിന്നെ എന്റെ മാറോട് ചേർക്കാൻ എനിക്ക് എത്ര വട്ടം കൊതിയായിരുന്നു, നിങ്ങൾക്കോ മനസ്സില്ല. ഇത് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു. പഴയ നിയമത്തിൽ ഇവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചത് ആരാ? യഹോവയായ ദൈവം. ലോകം പറയുന്നു യേശു ക്രിസ്തു വേറെ, യഹോവൻ ദൈവം വേറെ. ആ യഹോവയായ ദൈവം ആത്മാവായ വരുന്നവൻ ശരീരത്തിൽ വന്നിട്ട് പറയുന്നു, നിന്നെ എന്റെ മാറോട്, എന്റെ പിതാവിന്റെ മാറോട് ചേർക്കാനെന്നല്ല,
നിങ്ങളെ എന്റെ ശരീരത്തിന് സഭയുടെ ഭാഗമാക്കി ചേർക്കുവാൻ എനിക്ക് എത്ര വട്ടം, ഈ വട്ടമാണ് പ്രവാചകന്മാർ, രാജാക്കന്മാർ, ന്യായാധിപന്മാർ, മോശ, നോഹ, ഓരോ കാലത്തും ഓരോരുത്തരും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ എന്റെ മാറോട് ചേർക്കാൻ എനിക്ക് എത്ര വട്ടം കൊതിയായിരുന്നു, നിങ്ങൾക്കോ മനസ്സില്ല. ഈ പച്ചപ്പുഴ വെട്ടുകിളി തിന്ന് തീർത്തതിനെ അന്ത്യനാളിൽ മടക്കി നൽകുമെന്ന് പറഞ്ഞത്, മടക്കി നൽകിയത് പൗലോസ് മുതലാണ്. പൗലോസ്, ഇറാനിയോസ്, മാർട്ടിൻ, കൊളംബ, ലൂതർ, വെസ്ലി, വില്യം മാരിയം ബ്രൻഹാമിലൂടെ അവസാന സകല മർമ്മങ്ങളും മടക്കി നൽകി. സഖരിയാവ് പറയുന്നു, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. സന്ധ്യ എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്ന വെളിച്ചം, കർത്താവ് വരുന്ന തൊട്ടു മുമ്പാണ് ഇരുള്. ഇപ്പോൾ വെളിച്ചം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് തുറന്നു തരും. അങ്ങനെ തുറന്നു തന്നപ്പോൾ അപ്പൊ ദൈവത്തെ നമ്മൾ കർത്താവിന്റെ രീതികൾക്ക് മാറ്റമെങ്കിൽ, ഇല്ലെങ്കിൽ പിശാചിന്റെ രീതികൾക്ക് മാറ്റമില്ല. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവിക വെളിപ്പാടുകൾ സംസാരിച്ചപ്പോൾ ഈ പിശാച് ഓരോ വ്യക്തിയിൽ ഓരോ ശക്തിയിലൂടെ അതിനെ നഷ്ടപ്പെടുത്തിയെങ്കിൽ, ദൈവത്തിന്റെ വെളിപ്പാടുകൾ നൽകാൻ ദൈവം 7 സഭാകാലങ്ങളിലൂടെ ഇത് സത്യം മുഴുവൻ വെളിപ്പെടുത്തിയെങ്കിൽ അപ്പോഴും ഉണ്ടായിരിക്കണം എതിർക്കുന്നവൻ. അതാണ് വെള്ളക്കുതിര, ചുവപ്പ് കുതിര, കറുപ്പ് കുതിര, ഈ പേൾ കുതിര. ഈ കുതിരപ്പുറത്ത് വന്നവൻ പിശാച്. ഈ ദൈവ സത്യങ്ങൾ ഇന്ന് വെളിപ്പെടുത്തിയപ്പോൾ ഒന്നാമത്തെ സഭ അപ്പോസ്തല പ്രവൃത്തി മുതൽ പിശാച് തിന്നു മുടിച്ചതിനെ ഇവിടെയും പറയുന്നു, അന്ത്യനാളിൽ ഞാൻ മടക്കി തരും. അതാണ് വില്യം മാരിയം ബ്രൻഹാമിയുടെ കർത്താവ് നമുക്ക് നൽകിയ സന്ദേശം. പെന്തക്കോസിന് അറിയില്ല എന്താണ് സത്യം, മാർത്തോമയ്ക്ക് അറിയില്ല, CSIക്ക് അറിയില്ല, കത്തോലിക്കയ്ക്ക് അറിയില്ല, ഒരു സഭകൾക്കും അറിയാതിരിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി വില്യം മാരിയം ബ്രൻഹാമിനോട് സംസാരിച്ചിരിക്കുന്നു. അവിടെ ഈ ജന്തുവിന് പ്രവേശനമില്ല. കാരണം വെളിപ്പാട് 3:8 നമ്മളിപ്പോ മുദ്രയാണ് എടുത്തോണ്ടിരിക്കുന്നത്. നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. മുമ്പേ അടഞ്ഞ നമ്മൾ ഇരുന്നപ്പോൾ അവിടെ പിശാച്, നമ്മൾ ബൈബിൾ വായിച്ചിട്ടും ഈ പിശാച് നമ്മളെ മറച്ചു വെച്ചതാണ്. ഒരൊറ്റ നാമമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു. ഒരു സ്നാനമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു നാമത്തെ നമ്മൾ വായിച്ചുവെങ്കിലും ഈ വാതിൽ അടഞ്ഞിരുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലായില്ല. എന്നാൽ കർത്താവ് ഒരിക്കൽ നമ്മുടെ മുമ്പിൽ വാതിൽ തുറന്നു തന്നു. അത് ആർക്കും അടച്ചുകൂടാ, തുറന്നു കിട്ടിയവർക്ക് മാത്രമാണ്. ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോയവർക്കോ ഇനിയും മടങ്ങി പോകാൻ ഇരിക്കുന്നവർക്കല്ല. തുറന്നു കിട്ടിയെങ്കിൽ അവൻ അവസാനം വരെ ഉണ്ടാവും. അവരുടെ വാതിൽ കർത്താവ് യേശുക്രിസ്തു ആയിരിക്കും. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവ് യേശുക്രിസ്തു നാമം തന്നെ ആയിരിക്കും. ആ വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. എന്നാൽ ഈ വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല എന്ന് വചനം പറയുന്നു. വാതിൽ അടയ്ക്കാൻ കഴിയും. ഞാൻ വചനത്തിന് വിരുദ്ധമായി സംസാരിച്ചു പറയരുത്. ഈ ട്രാക്ട് മുഴുവനും അടിച്ച് നമ്മൾ ഈ സന്ദേശം ലോകത്തോട് കൊണ്ട് കൊടുക്കുന്നത് നമ്മളാണ്. ഇന്ന് അവരുടെ മുമ്പിൽ വാതിൽ തുറന്നു വയ്ക്കുന്നത്. അവരുടെ നിരൂപണങ്ങളും അവരുടെ വ്യാഖ്യാനങ്ങളും അവരുടെ പുരോഹിതന്മാരും ഈ പിശാച് ഉപയോഗിക്കുന്ന ഈ ദാസന്മാര് ആണ് വാതിൽ. അവരവർക്കുള്ള വാതിൽ അവർ കൊട്ടിയടക്കുകയാണ്. നമ്മുടെ മുമ്പിൽ കർത്താവ് ഈ വാതിൽ തുറന്നു തന്നപ്പോൾ നമുക്കത് മനസ്സിലായി. നമ്മൾ അവിടം വഴി പുറത്തേക്ക് വന്നു. ഇന്ന് ദൈവസഭയുടെ ഭാഗം ഈ കളറുള്ള ഈ വെള്ളക്കുതിര, ചുവപ്പ് കുതിര, കറുത്ത കുതിര, അല്ലെങ്കിൽ 3 കൂടെ ചേർന്ന ഈ പേൾ കളർ കുതിര ശക്തി പിശാൻ നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ കഴിയില്ല. എന്നാൽ അവരവർക്ക് തകർക്കാം. അതുകൊണ്ടാണ് ഈ ലക്ഷക്കണക്കിന് ട്രാക്കിൽ കൊണ്ടുപോയിട്ടും ഇവിടെ ജനം വരാത്തത്. അവരുടെ വാതിൽ അവർ അടച്ചു കളയുകയാണ്. ഇന്നും ഈ സഭകളിൽ കഴിയുന്ന മഹാപുരോഹിതന്മാർ ദൈവദാസന്മാരല്ല, അവർ പിശാചിന്റെ ദാസന്മാരാണ്. അതുകൊണ്ടാണ് അവർ കർത്താവ് യേശുക്രിസ്തു നാമത്തിലുള്ള പാപമോചനത്തിനുള്ള സ്നാനം നിഷേധിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കേട്ടു ശരി, പക്ഷെ ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഇറങ്ങി പറയും. കാര്യം പറയുന്ന ഒരു വ്യക്തിയുടെ ജീവൻ നിങ്ങൾ നേടിയാൽ നിങ്ങളുടെ കിരീടത്തിൽ മുത്തിയാർത്തപ്പെടും. സ്വർഗം സന്തോഷിക്കും. നിങ്ങൾ അപമാനം സഹിക്കാൻ മനസ്സില്ലെങ്കിൽ മിണ്ടാതിരുന്നോളണം. നിങ്ങൾ ദൈവത്തിന്റെ ആട് എവിടെയെങ്കിലും കാണാം, അവരിറങ്ങി പുറപ്പെടും. അവരടങ്ങിയിരുത്താൻ കഴിയുകയില്ല. പോവരെന്ന് പറഞ്ഞാൽ അവർ പോകും. പഴയ നിയമം മുതൽ കർത്താവ് നൽകിയതിനെ പച്ചപ്പുഴ വീട്ടിൽ തുള്ളൻ ഇവ തിന്നു തീർത്തതിനെ അന്ത്യനാളിൽ മടക്കി നൽകുമെന്ന് പറഞ്ഞത് ഇന്ന് 7 സഭയുടെ ദൂതന്മാരോട് നൽകി. അവസാനം വില്യം മാരിയം ബ്രൻഹാമിലൂടെ സഖരിയ 14:7 പ്രകാരം സന്ധ്യാസമയത്ത്, അപ്പോസ്തല പ്രവൃത്തി സന്ധ്യാസമയമല്ല, CSI, മാർത്തോമ, ലൂതർ മിഷൻ, സെവൻത്തിലെ യഹോസാക്ഷികൾ, പെന്തക്കോസ്ത് തുടങ്ങുന്നത് വരെ സന്ധ്യ ആയില്ല. പെന്തക്കോസ്തിന് ശേഷം ഒരു സഭ ഇവിടെ തുടങ്ങി. അവിടെ മുതലാണ് ഇനി കാലം ഉണ്ടാവുകയില്ല എന്ന് വെളിപ്പാട് 15 പറയുന്ന പ്രകാരം. ആ സമയമാണ് സന്ധ്യ. കാര്യം എന്താ? കത്തോലിക്ക മുതൽ പെന്തക്കോസ്തിലുള്ള പഠിപ്പീരികൾ മുഴുവൻ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാത്ത തരത്തിൽ അവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതറിയാതിരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് കർത്താവ് നമ്മെ, എന്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവയ്ക്ക് മുമ്പായി വഴി നടത്തുമെന്ന് പറയുന്ന പ്രകാരം കർത്താവ് വഴി നടത്തിയിരിക്കുകയാണ്. അവിടെയാണ് ദൈവിക വെളിപ്പാട്, അവിടെയാണ് വെളിച്ചം. സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടാകും. ഇവിടെയാണ് വെളിച്ചം, അവിടെയല്ല. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം വേണ്ട എന്ന് പറയുന്ന സഭ വാതിൽ അടയ്ക്കുകയാണ്. അതാണ് സോദോമിന്റെ നാളുകൾ പോലെ
നോഹയുടെ കാലം പോലെയും സോദോമിന്റെ നാളുകൾ പോലെ സോദോമിന്റെ നാളിൽ 2 ദൂതന്മാരുടെ വാതിൽ തുറക്കാൻ ചെന്നു. പക്ഷെ അവർ വാതിൽ അടച്ചു കളഞ്ഞിട്ട് ആ ബാലവൃദ്ധൻ ജനവും വാതിൽ കാണാതെ തപ്പി നടന്നു. അവർ ഇരുട്ടിലായി. ഇന്ന് ഈ സഭകളൊന്നും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്യില്ല, വിവാഹം നടത്തില്ല, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചെയ്യില്ല, മരണാടക ശുശ്രൂഷ ചെയ്യില്ല, സ്നാനം ചെയ്യില്ല, ഒന്നും അവർ ചെയ്യില്ല. അവർ തന്നെയാണ് എതിർ ക്രിസ്തു. അപ്പൊ സഖരിയ 14:7 പ്രകാരം സന്ധ്യാസമയത്ത് വെളിച്ചമുണ്ടായത് ഈ ചെറിയ കൂട്ടം പേരിലാണ്. ആ വെളിച്ചം ഈ ശേബ രാജ്ഞിക്ക് ലഭിച്ചതുപോലെ നമുക്ക് ലഭിച്ചുവെങ്കിൽ ഈ സന്ദേശം ഹൃദയഭാരത്തോടുകൂടെ നിങ്ങൾ മറ്റുള്ളവരോട് പറയും. അവർ പരിഹസിച്ചാലും വേണ്ടില്ല, പറയുമെങ്കിൽ നിങ്ങളല്ല പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ വന്ന ആത്മാവ് പറയുന്നു. ഇനി 1 ദിവസം 2 ദിവസം 1 ആഴ്ച 1 മാസം 1 വർഷം പോയിട്ട് തളർന്നിരിക്കുന്നു എന്ന് വിചാരിച്ചോളാം. അന്ന് ആത്മാവ് അഭിഷേകം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, പോയി. പരിശോധിക്കുക, ക്രിസ്തുവിലാവുക, ആത്മാവ് ലഭിക്കുക, തുറന്നു കൊണ്ടുപോവുക. ഇതേതുവരെ പോകും? ബോവസിന്റെ രൂത്തിന്റെ കഥ നമ്മൾ പറഞ്ഞു. മണവാളൻ വരുന്നത് വരെ മണവാട്ടി വയലിൽ തന്നെ ആയിരിക്കും. ആയുധം താഴെ വയ്ക്കുകയില്ല, ആയുധം വചനം താഴെ വയ്ക്കുകയില്ല, വാൾ അതെടുത്തുകൊണ്ട് പോരാടുക തന്നെ ചെയ്യും. മണവാളനും മണവാട്ടിയും സന്ധിക്കുന്ന സമയമുണ്ട്. അപ്പോൾ അവൾക്ക് അത് വിളമ്പി അത് കൊടുക്കുമ്പോൾ, ബോസ് അവിടെ വിളമ്പി കൊടുത്തപ്പോൾ അവളും അവനും മാത്രമേ ഉള്ളൂ. യവൻ വിളമ്പി കൊടുത്തപ്പോൾ. അതുപോലെ സ്വർഗത്തിൽ തിരുവത്താഴത്തിനായി അല്ലെങ്കിൽ സദ്യ ഒരുക്കാൻ പോകുമ്പോൾ അവിടെയും മണവാളനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നമ്മളെല്ലാം ആണെന്ന് പറയും. കർത്താവായ യേശുക്രിസ്തു നാമത്തെ തുറന്നു പറയാൻ ലജ്ജിക്കുന്നുവെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പോഴേ സീൽ ചെയ്ത് ഉറപ്പിച്ചോ, നിങ്ങൾ എതിർ ക്രിസ്തുവാണ്. പറഞ്ഞത് കേട്ടിട്ട് വരാതിരിക്കുന്നെങ്കിലാണ് എതിർ ക്രിസ്തു എന്ന് പറഞ്ഞത്. അപ്പോ ശേബ രാജ്ഞിക്ക് വന്ന് ശലോമന്റെ ജ്ഞാനം കേട്ടിട്ട് മറ്റേ അറിവിൽ പോകുമ്പോൾ ഹൃദയഭാരം ഉണ്ടായതിന് കാരണം ആ കാലത്തിന്റെ സന്ദേശവാഹകയാണെന്ന് അവൾക്ക് ഉത്തമ ബോധ്യം വരികയും അവളിൽ ലഭിച്ച സന്ദേശം സ്വർഗത്തിന്റെ വെളിപ്പാടാണെന്നും അത് പാഴാക്കാൻ പാടില്ലെന്നും അത് ലഭിച്ച തന്ന ക്രിസ്തുവിന്റെ ഉദ്ദേശം അവൾ നിവർത്തിച്ചു കൊണ്ട് പോവുകയായിരുന്നു. പോയ വഴിയിലൂടെ എല്ലാം അവൾ പറഞ്ഞു കൊണ്ടുപോയത്. ഇന്ന് ഈ സന്ദേശം കേട്ട നിങ്ങൾ സന്ദേശവാഹകരാണെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ വന്ന ഈ സന്ദേശം കർത്താവായ യേശുക്രിസ്തു നാമം ലോകത്തോട് പറയണമെങ്കിൽ, നിങ്ങൾ സന്ദേശവാഹകരും ക്രിസ്തുവിന്റെ ശരീരവും ഇതിന്റെ ഭാഗവും ആത്മാവ് ലഭിച്ചവരുമാണെങ്കിൽ, ഇതേ ഹൃദയഭാരത്തോടു കൂടി നിങ്ങളോ പോകുന്നിടത്തെല്ലാം ഒരൊറ്റ നാമം പറയും. ലോകം പറയുന്ന എല്ലാ മുഴങ്കാലും മടങ്ങും. ഇപ്പൊ നമ്മൾ ഒരു പാട്ട് പാടിയത്, നിന്റെ നാമമല്ലോ എന്നും എന്റെ ആശ്രയം, നിന്നിൽ മാത്രം ഞാനെന്നും ആനന്ദിക്കും. ഇവർ ആനന്ദിക്കുന്നു. കർത്താവിന്റെ നാമം പ്രതി ലഭിക്കുന്ന പൈസ കൊണ്ട് ഉപജീവിച്ചുകൊണ്ട് ആനന്ദിക്കുന്ന അല്ലാതെ ക്രിസ്തുവിന്റെ നാമം നിമിത്തം ലജ്ജ സഹിക്കാൻ അവർക്ക് പറ്റില്ല. ലോകത്തിലെ സകല മനുഷ്യരും ഒറ്റ നാമത്തിൽ പ്രത്യാശ വയ്ക്കുമെന്ന് ഈ സകല സഭകളും പറഞ്ഞിട്ടും ഇവർ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് ആ പ്രത്യാശ ലഭിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ സന്ദേശവാഹകരാണോ? ഇന്നത്തെ മെയിൻ ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം. പോകുമ്പോഴോ അടുത്ത ആഴ്ച സഭയിൽ വരുന്നതിന് മുമ്പോ ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാം. നിങ്ങൾ ആരോടും പറയണം, ഞാൻ നിങ്ങൾ ചോദിക്കുകയില്ല. നിങ്ങൾ ഈ കാലത്തിന് സന്ദേശവാഹകനാണെങ്കിൽ, ഇത് ദൈവസഭ എന്ന് കണ്ടിട്ട് ഇവിടെ കർത്താവ് സംസാരിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ, കർത്താവ് പറയുന്നു നിങ്ങൾ സന്ദേശവാഹകരെങ്കിൽ ഹൃദയഭാരത്തോടുകൂടെ ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനം എന്ന ആ നല്ല മനസാക്ഷി സ്നാനത്തെക്കുറിച്ച് അത് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ മാത്രമാണെന്നും, ഈ എതിർ ക്രിസ്തുക്കളുടെ സഭയെ വെച്ചുകൊണ്ടിരിക്കുന്ന കത്തോലിക്ക മുതൽ പെന്തക്കോസ്തല സഭകളോടുള്ള ഏതെങ്കിലും വിശ്വാസം നിങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കും. നമ്മൾ വീട്ടിൽ അടങ്ങിയിരിക്കേണ്ടവരല്ല. ഈ സന്ദേശം നിങ്ങളിൽ വെളിച്ചമുണ്ടെങ്കിൽ അത് പറയുടെ കീഴിൽ വെക്കാനുള്ളതല്ല, തണ്ടിന്മേൽ വെക്കണം. തണ്ട് എൻ്റെ ശരീരം. അതിലൂടെ പോകുന്ന പ്രകാശം, വെളിച്ചം, വചനം അത് ലോകത്തിന് പ്രകാശം കൊടുക്കും. ഇപ്പൊ ലോക അന്ധകാരത്തിലാണ്, ആ പ്രകാശം കൊടുക്കുമെന്ന് നോക്കണം. അപ്പോൾ ഇന്ന് നിങ്ങൾ സന്ദേശവാഹകരാണെങ്കിൽ, നിങ്ങൾക്ക് ലഭിച്ച സന്ദേശം കർത്താവാണ് സംസാരിച്ചത്. ഇത് ആദ്യം മുതൽ അവസാനം വരെ ക്രിസ്തുവിന്റെ പദ്ധതിയാണ്. നിങ്ങൾ വന്നതും ആ പദ്ധതി പ്രകാരമാണ്. അങ്ങനെയാണ് നിലനിൽക്കുന്നതെങ്കിൽ കർത്താവ് നിങ്ങളോട് ചെയ്തോളൂ. നിങ്ങൾ പോകരുതെന്ന പ്രകാരം എന്താ? എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. കർത്താവിന്റെ ആത്മാവുണ്ടെങ്കിൽ നിങ്ങൾ പോവുക, ഇല്ലെങ്കിൽ പോകരുത്. കാര്യം എന്താ? നമ്മുടെ പ്രവൃത്തി മുഴുവൻ വ്യർത്ഥമായി പോകും. ആത്മാവിന്റെ പ്രവൃത്തി അല്ലാത്തവനും കർത്താവിന് വേണ്ട എങ്കിൽ നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന പോലെ തന്നെ ആയിരിക്കുക. ഓക്കെ. പിന്നെ അവൾ അവൾ മരുഭൂമിയിൽ കുറുകെ യാത്ര തുടങ്ങി. ആ എഴുത്തുകൾ വായിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേരുന്നത് വരെ അവൾ ഹൃദയഭാരത്തോടുകൂടെ യാത്ര ചെയ്തു. ഇനി ഒരു ഉദാഹരണം പറയണം ബൈബിളിൽ. നഥനിയേൽ ഫിലിപ്പോസിനോട് പറഞ്ഞതുപോലെ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നസ്രയത്തുകാരനായ യേശു, നസ്രയത്ത് എന്താ? പാപം നിറഞ്ഞ പട്ടണമാണ്.
നസ്രേത്തിൽ നിന്ന് ഒരു മശിക വന്നിരിക്കുന്നു, യേശു വന്നിരിക്കുന്നു, അവൻ നല്ല വർത്തമാനം പറയുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നഥനിയേൽ അവരുടെ ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ നഥനിയേൽ ചോദിക്കുകയാണ്, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? വരും എന്നാണ് നമ്മുടെ ബോധ്യമെങ്കിൽ നമ്മളായിരുന്നു നസ്രേത്ത്. നമ്മളിൽ നല്ല വർത്തമാനമൊന്നും വരില്ലായിരുന്നു. കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ച് ആത്മാവിനാൽ വിവേചിച്ച് സ്നാനമേറ്റ് പരിശുദ്ധ നൽകിയ ശേഷം ദാ നല്ല വർത്തമാനം, വല്ല നന്മയും വരുമോ? ഇന്ന ആള് നല്ല നന്മയും വരുമോ? അതെ, പാപികളെ തേടിയിട്ടാണ് യേശു ക്രിസ്തു വന്നത്, നീതിമാനെ തേടിയിട്ടല്ല. അങ്ങനെയെങ്കിൽ നഥനിയേൽ അവനോട് പറയുന്ന കാര്യങ്ങൾ, ഫിലിപ്പോസ് പറഞ്ഞു നീ വന്ന് കാണുക. അതായത് അവന് മറ്റൊന്നും പറയാനില്ല. കാര്യം ഈ നഥനിയേൽ കേൾക്കേണ്ട കാര്യവും അവിടെ പറയുന്നു എന്ന് ഫിലിപ്പോസിന് ബോധ്യമായപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താണ്? ശലോമോന്റെ ജ്ഞാനം ശേബാരാജ്ഞി കേട്ടിട്ട് എന്താണ് എന്ന് ഉത്തമ ബോധ്യമായപ്പോൾ അവൾ പോകുന്നിടത്തെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നതുപോലെ ഫിലിപ്പോസ് യേശുവിന്റെ അടുക്കൽ നിന്ന് ചില സത്യങ്ങൾ കേട്ടപ്പോൾ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നൊരു സത്യമാണ് ഇത് മറ്റൊരു ദേശത്ത് പോയി മറ്റുള്ളവരോട് പറയണമെന്ന ആ യേശുവിന്റെ ഇഷ്ടം കൂടെ അവൾ കേട്ട സന്ദേശത്തിനകത്തുണ്ടായിരുന്നു. അതുപോലെ ഫിലിപ്പോസ് കേട്ടതിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഫിലിപ്പോസിന് മനസ്സിലായി നമുക്കുടെ കാര്യമാണ്. ഇന്ന് ഈ സന്ദേശം ഇവിടെ പറയുമ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് സംസാരിക്കുന്നെങ്കിൽ അതിന്റെ അകത്ത് കർത്താവിന് ഒരു സന്ദേശമുണ്ട്. ഇത് നീ ലോകത്തോട് പറയണം എന്ന പിതാവിന്റെ ഇഷ്ടം കൂടെ ചേർത്താണ് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. സുവിശേഷം വചനമായി മാത്രമല്ല, പരിശുദ്ധാത്മ ശക്തിയോടും ബഹുനിശ്ചയത, അത് എന്ത് എങ്ങനെ ആയിരിക്കണമെന്ന എല്ലാ അറിവും അതിനകത്തുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ വന്ന പരിജ്ഞാനത്തോടുകൂടി നമ്മളെ വഴി നടത്തും. അപ്പൊ ഫിലിപ്പോസ് കേട്ടപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ ഇറങ്ങിപ്പോവാൻ. കേട്ടതിൽ നിന്ന് ഫിലിപ്പോസിനെ ആത്മാവ് പറഞ്ഞു കൊടുത്തു, നീ ഇത് ദേശത്തോട് പറയണം. ഓരോരോ ഉദാഹരണം കർത്താവ് പറയുന്നത് ഒന്നിനോട് യോജിച്ചു പോകുന്ന വെളിപ്പാടുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫിലിപ്പോസ് കേട്ട സന്ദേശത്തിന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? നീ ഇത് ലോകത്തോട് പറയണം. അതേ സന്ദേശമാണ് നമ്മൾ കേൾക്കുന്നെങ്കിൽ നമ്മുടെ കേൾക്കുന്ന വനത്തിനുള്ളിൽ എന്തുണ്ട്? ഇന്നത്തെ സന്ദേശവാഹക നമ്മളായിരിക്കും ദേശത്തോട് പറയണം. കേൾക്കുന്നവൻ ദൈവത്തിനുള്ളോ, കേൾക്കാത്തവൻ ക്രിസ്തുവിനുള്ളോ. ബൈബിൾ അങ്ങനെ പറയുന്നു. അപ്പോ അവൻ എന്ത് പറഞ്ഞു? വന്നു കാണുക. ഇതുപോലെ പറഞ്ഞൊരു വ്യക്തിയെ പറഞ്ഞുതരാമോ അതിനകത്തില്? യേശു സംസാരിക്കുന്ന കേട്ടപ്പോ ഒരു സ്ത്രീ എന്ന് പറയുമ്പോ പിടിയിട്ടു, ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്ത് വന്ന് പറഞ്ഞു വന്ന് കാണുമീൻ. നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ ഇവിടെ ട്രാക്ക് ഇഷ്ടം പോലെ അടിച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് കൊടുത്തിട്ട് വന്ന് കാണുമീൻ. അങ്ങനെ അതുപോലെ നിങ്ങളും പറയുക. അപ്പോ ഫിലിപ്പോസിനൊരു കാര്യം മനസ്സിലായി, ഈ വന്ന സന്ദേശം ദൈവത്തിൻ്റെതാണ്, അത് പിതാവായ ദൈവത്തിൻ്റെയാണ്. ആ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. അതിന് ഈ കാലത്തിന്റെ സന്ദേശവാഹകൻ ഞാനാണ് എന്ന ഉത്തമ ബോധത്തോട് ചെന്ന് പറഞ്ഞപ്പോൾ വന്ന് കാണുമീൻ. കിണറ്റിലെ സ്ത്രീ തന്നെ പറഞ്ഞു. എനിക്ക് കൂടെ ഒന്ന് പറയാനുണ്ട്. നമ്മൾ പറയും എനിക്ക് സംസാരിക്കാൻ എന്ത് പറഞ്ഞു വേണ്ട. നിങ്ങൾ ആ വാക്ക് തന്നെ വരുന്ന അവിശ്വാസമാണ്. കാര്യം എന്താ? കർത്താവ് നിങ്ങൾ സംസാരിക്കാൻ എഴുന്നേൽക്കുന്ന നാൾ ഞാൻ നിങ്ങളുടെ നാവിൽ നൽകാമെന്ന് പോൾ പാസ്റ്റാണ് പറഞ്ഞെങ്കിൽ പാസ് എവിടെയായിരുന്നു ഉറങ്ങുന്നത്. പക്ഷെ എന്റെ കർത്താവ് ഉറങ്ങുന്നവനല്ല. നമ്മൾ എവിടെ എഴുന്നേറ്റ് നിന്നാൽ അവിടെ നമ്മുടെ നാവിലൂടെ സംസാരിക്കാൻ നമുക്ക് അതിശയം വരുന്ന തരത്തിൽ കർത്താവ് സംസാരിക്കും. അതൊരു അടയാളം വെക്കുന്ന അവിശ്വാസിക്കാണ്. നിങ്ങൾക്കെങ്കിലും ബോധ്യമാകാൻ ഒന്ന് പോയി എന്ന് പറഞ്ഞു നോക്കുക. അത് എന്റെയും കൂടെ ദാഹം കൊണ്ട് പറയുന്നതാണ്. കർത്താവ് സംസാരിക്കുക. നോക്കൂ, വന്നു കാണുക. അവിടെ നിന്നുകൊണ്ട് വിമർശിക്കരുത്. വന്നു നീ തന്നെ കണ്ടുപിടിക്കുക. ഇന്ന് രാത്രി നമുക്ക് അതേ കാര്യം ചെയ്യുവാൻ കഴിയുമെങ്കിൽ വന്നു കാണുക. കണ്ട, സഭയോട് സംസാരിക്കണം. ശബ്ദം കേൾക്കാനല്ല വന്നത്. അദ്ദേഹം ദൈവശബ്ദം, നമ്മൾ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാൻ വരുന്നത്. നമുക്കൊരു മണവാളനേ ഉള്ളൂ. അന്ന് ആ ശരീരത്തോട് സംസാരിച്ചവൻ ഇന്നും സംസാരിക്കും. ആ വ്യക്തി ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ക്രിസ്തുവിൽ പോയി. വില്യം ബ്രൺഹാം യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന നീ അങ്ങനെ ആയിക്കോ. എനിക്ക് വില്യം ബ്രൺഹാമിന്റെ ദൈവമാണ് എന്റെ കർത്താവ് യേശു ക്രിസ്തു. ആ ശബ്ദം കേൾക്കാൻ അദ്ദേഹം വന്ന പോലെ ഞാനൊന്ന് പറയുന്നത് കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ. അങ്ങനെയെങ്കിൽ നോക്ക്, നിങ്ങൾ ഈ രാത്രി നിങ്ങൾ ചെയ്യേണ്ട കാര്യവും അത് തന്നെയാണെന്നാ പ്രവാചകന്റെ കർത്താവ് പറയുന്നത്. നോക്കൂ, നിങ്ങളുടെ ബൈബിൾ നിങ്ങൾ എടുക്കുക. എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പരിശോധിക്കുക. എന്താണ് പരിശോധിക്കേണ്ടത്? ഈ കാലത്തിന്റെ അടയാളം പരിശോധിക്കണം. അങ്ങനെയെങ്കിൽ ഈ കാലത്ത് ദൈവം വിളിച്ച നോക്കൂ, ഒരു കാര്യം, കർത്താവിന്റെ ജനത്തെ വിളിച്ചു ചേർത്തിട്ട് ആര് സുവിശേഷം അറിയിക്കണ്ട. ഇവിടെ വന്ന് ആമേൻ ഹല്ലേലൂയ, ഞാനും എന്റെ കുടുംബം ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും വീട്ടിൽ പോകുന്നു, ആഹാരം ചെയ്യുന്നു, പുറത്തു പോയി ജോലി ചെയ്യുന്നു, കുടുംബത്തെ പറയുന്നു, സന്തോഷം, വീണ്ടും വരുന്നു. ദൈവരാജ്യം എവിടെ വിസ്തൃതിയാകും? മറ്റൊരു വ്യക്തി എങ്ങനെ സുവിശേഷം അറിയും? നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ പഠിപ്പിച്ചല്ല,
ദൈവരാജ്യവും ലോകരാജ്യവും രണ്ടുമുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങാൻ, ദൈവരാജ്യത്തിലേക്ക്, ഈ സഭ മൊത്തം ദൈവരാജ്യത്തിലേക്കുള്ള അല്ല, എങ്കിൽ വചനം തെറ്റിപ്പോകും. ഇതിനകത്ത് ചിലർ ദൈവരാജ്യത്തേക്കും ചിലർ 1000 ആണ്ട് വാഴ്ചയിലൂടെ പിന്നെ ന്യായവിധി കഴിഞ്ഞ് വരാനും ചിലർ ലോകരാജ്യത്തേക്കും പോകേണ്ടവരുണ്ട്. അതിൽ ദൈവരാജ്യത്തേക്കുള്ളവരുടെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ആത്മാവിൽ ദരിദ്രനാണെങ്കിൽ ഈ സന്ദേശം ലോകത്തോട് അറിയിക്കും. നിങ്ങൾ സമ്പന്നനാകേണ്ടതിന്, ക്രിസ്തു നിമിത്തം സമ്പന്നനാകേണ്ടതിന്. അപ്പൊ ശേബാരാജ്ഞിയുടെ കാര്യം പറഞ്ഞ ശേഷം ഫിലിപ്പോസിലേക്ക് പോകാൻ കാര്യം, ശേബാരാജ്ഞി കേട്ടതുപോലെ ഫിലിപ്പോസ് കേട്ടു. ഒരു കാര്യമുള്ളൂ, വേറെ കാര്യമുണ്ട്. ഫിലിപ്പോസ് കേട്ട സന്ദേശത്തിന്റെ ഉള്ളിൽ വേറെയും സന്ദേശം ഉണ്ടായിരുന്നു. ഇറങ്ങി പുറപ്പെടുക, ശക്തി ധരിച്ചാൽ യെരുശലേമിൽ, യഹൂദിയയിൽ, ശമരിയയിൽ, ചുറ്റുമുള്ള പട്ടണ പ്രദേശങ്ങളിലും ലോകത്തിന്റെ അറ്റത്തുള്ള ഇറങ്ങി പുറപ്പെടുക എന്ന് ഓരോ വാക്കുകൾക്കും ഓരോ വചനത്തിന്റെയും ഉള്ളിൽ അതുമുണ്ട്. അതാണ് വചനം പരിശോധിച്ച തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് സാക്ഷ്യം പറയും. എന്തുകൊണ്ടെന്നാൽ ഇറങ്ങി പുറപ്പെട്ട അവർ വചനമാകുന്നു. ഈ ജീവന്റെ വചനം നമ്മിലേക്ക് വരുമ്പോൾ നിങ്ങൾ വാതിലടയ്ക്കുന്നു. ഈ ജീവനായ ക്രിസ്തുവിനെ നമുക്ക് മുമ്പേ ഉള്ള വ്യക്തി നമ്മളോട് അറിയിക്കാറുണ്ട്, നമ്മൾ എവിടെ കിടക്കുമായിരുന്നു. അപ്പൊ ഈ വരുന്ന വചനം ജീവനാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഉണ്ടെങ്കിൽ ഈ ജീവൻ അത് ചേർന്നിട്ട് എന്താവും? നിത്യജീവനാവും. മറ്റൊരു ജീവനെ കണ്ടെത്തിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രസവ വേദന ഉണ്ടാവും. ആ പ്രസവ വേദന മറ്റൊരു ക്രിസ്തു നിങ്ങളിലൂടെ ഉരുവാക്കി എടുക്കുവാനായി നിങ്ങൾ ലോകത്തോട് ചെന്ന് പറയുകയും ക്രിസ്തു അവനെ നേടുകയും ചെയ്യും. നിങ്ങൾ പ്രസവ വേദനപ്പെടുന്നുവെങ്കിൽ നോക്കൂ. അവൾ ചുരുളെഴുത്തുകൾ വായിച്ച് അത് നാം കാണുന്നു. യഹോവയുടെ സ്വഭാവം എന്താണെന്നും അവൾ അറിഞ്ഞു. ആമേൻ. കർത്താവേ, ഇതാണ് മുമ്പേ പറഞ്ഞത്. ഈ ശലോമോന്റെ ജ്ഞാനം അവൾ കേട്ടിട്ട് യഹോവയുടെ സ്വഭാവം എന്താണെന്ന് അവൾ അറിഞ്ഞു. യഹോവയുടെ സ്വഭാവം ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ജീവന്റെ സന്ദേശം കിട്ടിയാൽ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ പോകണം. സൗരഭ്യ വാസനയാണ്. അത് മറ്റുള്ളവരോട് പറയണമെന്ന സ്വഭാവം അവളിൽ വന്നു. അവൾ അത് പറഞ്ഞു നടന്നു. നോക്കൂ, അത് മുഴുവനും ദൈവത്തിന്റെ ജ്ഞാനമായിരുന്നു. യോന പറഞ്ഞത് കേട്ടവരുമുണ്ട്, കേൾക്കാത്തവരുമുണ്ട്. അതുപോലെ ഇന്ന് അവര് പറഞ്ഞ പ്രകാരം യേശു പറയുന്നത് പ്രമാണിച്ചനുസരിക്കാത്ത, കേട്ട് വിശ്വസിക്കാത്ത നിങ്ങളെ ഈ തലമുറയിൽ നിന്ന് ചിലർ എഴുന്നേറ്റ് നിങ്ങളെ ന്യായം വിധിക്കും. ഞാൻ ന്യായം വിധിക്കുന്നല്ല. യോനയുടെ അടയാളം പറഞ്ഞു. അവിടെ യോനയുടെ അടയാളം എന്ന് പറഞ്ഞിട്ട് യേശു ഞാൻ എഴുന്നേറ്റ് നിങ്ങളെ ന്യായം വിധിക്കുന്നു പറഞ്ഞില്ല, ഇല്ലേ? യോന പറഞ്ഞത് കേൾക്കാത്തവനെ യോന ന്യായം വിധിക്കും. പിന്നെ ശലോമോന്റെ കാര്യം പറഞ്ഞു. ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ വന്ന ശേബാരാജ്ഞി ന്യായം വിധിക്കുമെന്ന് പറഞ്ഞു. അതായത് ഓരോ കാലത്തിലും ദൈവം തെരഞ്ഞെടുക്കുന്ന വ്യക്തികൾ സംസാരിക്കുന്നത് കേൾക്കാത്ത ജനത്തെ അവർ ന്യായം വിധിക്കും. അപ്പോൾ യേശു ആ അടയാളം പറഞ്ഞിട്ട് പറയാണ്, യോന കടലാനയുടെ വയറ്റിൽ 3 രാവ്, കടൽ മത്സ്യന്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഇരിക്കും. അതായത് അത് അവസാനമല്ല, പക്ഷെ ഒരു ജീവൻ, ഒരു മരണം എന്തിനെ കാണിക്കുന്നു? ഒരു ജീവനെ കൊണ്ടുവരുന്നു. നമ്മൾ സ്നാന സമയത്ത് പാപസംബന്ധമായി നമ്മൾ മരിച്ചത് എന്തിനാണ്? ഒരു ജീവൻ നമ്മളിലേക്ക് കടന്നു വരുവാനായി. അതുപോലെ കർത്താവ് അവിടെ പറയുകയാണ്, 3 രാവും 3 പകലും ഇരിക്കും. എന്തിനു വേണ്ടിയിട്ട്? പിന്നത്തേതിൽ ജീവൻ ഉണ്ടാകുവാനായി. അവർ നിങ്ങളോട് ജീവന്റെ വചനം പറയും. അത് കേട്ട് വിശ്വസിക്കാത്ത തലമുറ മുഴുവനും ആ പറയുന്ന ജനം എഴുന്നേറ്റ് നിങ്ങളെ ന്യായം വിധിക്കും. എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സന്ദേശം കേട്ട നമ്മളാണ് ന്യായം വിധിക്കാൻ പോകുന്നത്. വിശുദ്ധന്മാർ, കണ്ണടച്ചിരിക്കുക, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധന്മാർ, നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ്. നിങ്ങൾ അറിയുന്നു എങ്കിൽ ഈ അറിഞ്ഞ സത്യം ഞാൻ കൊണ്ട് മൂടി വെക്കാനുള്ളതല്ല, കുഴിച്ചിട്ടവനെ ദുഷ്ടദാസനെ എന്ന്. ദുഷ്ടനാരാ? പിശാച്. ഇപ്പൊ ഇത് സ്പ്രെഡ് ആവരുത് എന്ന് ആരുടെ ആഗ്രഹം എന്ന് കർത്താവ് പറയുന്നു? പിശാചിന്റെ ആഗ്രഹം. അതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആരുടെ ദാസൻ എന്ന് കർത്താവ് പറയുന്നു? പിശാചിന്റെ ദാസൻ. നീ വിതയ്ക്കാത്തടത്ത് നിന്ന് ശേഖരിക്കുന്ന കഠിന ഹൃദയമുള്ള യജമാനൻ എന്ന് കണ്ട് ഞാൻ കൊണ്ട് കുഴിച്ചിട്ടു. ഒരു യജമാനൻ വിതരണം ചെയ്തത് ഒരുവന് നല്ലത് മനസ്സിലായി, മറ്റവന് ദുഷ്ടത മനസ്സിലായി. ഇന്ന് ഈ ദൈവത്തിന്റെ ആലയത്തിൽ വന്നിട്ട് നമുക്ക് എന്തു മനസ്സിലായി? ഇന്നു മുതൽ അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ 7 ദിവസം, 7 ഒരു പൂർണ്ണത, അടുത്ത 7ാമത്തെ ദിവസം വരുന്നതിന് മുമ്പ് ഇത് ലഭിച്ച താലന്ത്
നിങ്ങൾ പറയിൻ കീഴിലാണോ വയ്ക്കുന്നത്, കുഴിച്ചിടുകയാണോ, ലോകത്തിന് വെളിച്ചം പകരുക? പരിശോധിക്കുമെന്ന് ഞാൻ പരിശോധിക്കില്ല, ഞാൻ ചോദിക്കുകയില്ല, എൻ്റെ ആവശ്യമില്ല. കാര്യം നിങ്ങളെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്, പോൾ പാസ്റ്റർ അല്ല. പോൾ പാസ്റ്റർ വഴി നടത്തിയാൽ നിങ്ങൾ മനുഷ്യനെ കേൾക്കാൻ വരുന്നു. ദൈവാത്മാവ് വഴി നടത്തി ദൈവരാജ്യത്തിലേക്ക് പോകേണ്ടതെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടമാണ് ഇന്നിവിടെ സംസാരിച്ചത്. ഈ കാലത്തിന്റെ സന്ദേശവാഹകൾ നമ്മൾ ഓരോരുത്തരുമാണെന്ന്. എങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ ആത്മാവിൽ, ഹൃദയത്തിലാണ് വീണതെങ്കിൽ അത് മുളയ്ക്കും. കൂടെ അയ്യോ എനിക്ക് പറ്റൂല എന്ന വിത്തും കൂടെ നിങ്ങൾ ഇട്ടുവെങ്കിൽ അത് വളർന്ന് വേഗത്തിൽ ആ ദൈവവചനത്തെ ഞെരുക്കിക്കളയും. അടുത്ത ഞായറാഴ്ചക്കകത്ത് അറിയാം വളർന്നത് ഏത് വിത്താണെന്ന്. കാരണമുള്ള കർത്താവേ, യേശു വിത്ത് വിതച്ചു. അത് മുള്ളിനിടയിലും പാറപ്പുറത്തും വഴിയരികിലും ഉണങ്ങിയ നിലത്തും നല്ല നിലത്തും വീണു. പാറപ്പുറത്തുള്ളത് മുളച്ചു വന്നു, മുള്ളിനിടയിലുള്ളത് മുളച്ചു വന്നു. ഇത് കേട്ടപ്പോൾ ഉണ്ടായ ചിന്തകൾ, ശരിയാവോ, നടക്കുവോ, പറ്റുമോ? അപ്പുറത്ത് കർത്താവ് നിൽക്കുന്നു, നിങ്ങൾ എഴുന്നേൽക്കുന്ന ആൾ ഞാൻ പറയാം, അത് മാത്രം കണ്ടാൽ മതിയായിരുന്നു, മുള്ള അവിടെ നിന്ന് നീങ്ങിപ്പോകുമായിരുന്നു. കളഞ്ഞു. വഴിയരികിൽ വീണു, പല സ്ഥലത്ത് കിടന്നു, പറവകൾ കൊത്തിക്കൊണ്ടുപോയി. എന്നാൽ നല്ല നിലത്ത് വീണു, അത് ഹൃദയമെന്ന വിളനിലം. അവിടെ അത് 30 മേനിയല്ല വിളഞ്ഞത്, 100 മേനി, മറ്റൊരു ക്രിസ്തു, അകത്തെ മനുഷ്യൻ, ഒരു പുതിയ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ശോഭിക്കുന്നതായിരുന്നു. മറ്റത് വഴിയരികിലും മുള്ളിനിടയിലും പാറപ്പുറത്തും വീഴുന്നതാണ് 60-30. കാരണമുള്ള കർത്താവെ, ഇന്നത് 100% ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായി എന്നെ ക്രിസ്തു ഉപയോഗിക്കുന്നു എന്ന് എനിക്കും ബോധ്യമാകുവാൻ ഇന്ന് ശേബാരാജ്ഞിയെ പോലെ ക്രിസ്തുവിന്റെ രാജ്ഞി എന്ന് ഞാൻ അവകാശപ്പെടുന്നു. ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. അവൾ ഹൃദയഭാരത്തോടുകൂടെ പുറപ്പെട്ടു പോയതുപോലെ ആണോ, അതോ വായിൽ നിന്ന് ഇന്നു മുതൽ വരുന്നത് എന്താണ്, ഹൃദയത്തിൽ നിന്ന് വരുന്നത് എന്താണ് എന്ന് കർത്താവ്, നിങ്ങൾ എന്താണ് വിതയ്ക്കുന്നത് അത് കൊയ്യുമെന്നാണ്. കാരണമുള്ള കർത്താവെ, തിരുവചനം ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്നു. പിശാച് തന്ത്രങ്ങളുമായി വരുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പറയുന്നു. ചിലപ്പോൾ കേട്ടവരിൽ നിന്ന് തന്നെ വരും, ഇല്ലെങ്കിൽ പോകുന്ന വഴിയിലായിരിക്കാം. ഒരാഴ്ചക്കുള്ളിൽ കർത്താവെ, ഈ സന്ദേശത്തെ തകർത്ത് കളയുന്ന, ഈ ആത്മാവിനെ നശിപ്പിക്കുന്ന പല പരീക്ഷകളുണ്ടാവാം. അവിടെ നിവർന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നിൽപ്പാനും ഈ ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായി സന്ദേശം വിളമ്പുവാനും പരിശുദ്ധാത്മാവിനെ നമ്മെ സഹായിക്കണമേ. ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിലായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ.